വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചില്ലി ചിക്കൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലോട് കൂടിയ കഷ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആദ്യം ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിലും ഒരൽപ്പം ഉപ്പുണ്ടാകുമെന്ന് ഓർമ്മിക്കണം. പിന്നെ ഒരു മുട്ട. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം. ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കവും ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ വൈറ്റ് വേണം. എനിക്ക് ഇന്ന് കിട്ടിയ സ്പ്രിംഗ് ഓനിയന്റെ ആ വൈറ്റ് ഭാഗത്തും ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അല്ലാതെ ഗ്രീൻ അല്ല കേട്ടോ അത്. 2 ചെറിയ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പകുതി അളവിൽ ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും അധികമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ചെറിയൊരു ഗ്രേവി സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ തയ്യാറാക്കി വെക്കണം. കുറഞ്ഞത് 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെക്കണം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒട്ടിപ്പിടിച്ചതുപോലെ കൂടി നിൽക്കും. 2 ഭാഗമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചിക്കൻ പീസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. തീ മീഡിയത്തിലും ഒരല്പം കൂടുതലായിട്ട് വെക്കണം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്നുള്ള എണ്ണയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ എടുക്കാം കേട്ടോ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സെക്കൻഡ് മതി. എന്നിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ വൈറ്റ് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കുറച്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയിട്ട് പച്ചമുളക് ചേർക്കാം. എല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കവും ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഒന്നും വെന്തു പോകരുത്. ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ ഇത് കടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പുറമേക്ക് ഒന്ന് മൊരിഞ്ഞ് വാടാനേ പാടുള്ളൂ. എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച സോസുകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയൊരു ഗ്രേവി പോലെയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്താണ് 1/4 കപ്പ് ചൂടുവെള്ളം ചേർക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിക്കരുത്. ഞാനിത് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കണം. ഇഷ്ടമനുസരിച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട്.
സോസുകൾ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ പാടുള്ളൂ. കാരണം സോസിലൊക്കെ ഉപ്പുണ്ടാകും. നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് സോസുകളുടെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. തീ കൂടുതലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒഴിക്കരുത്, ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണം. കാരണം കോൺഫ്ലോർ ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ തിക്കാവും. കോൺഫ്ലോർ ചേർത്താൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ആയിട്ട് കോൺഫ്ലോറിന്റെ പച്ച ചൊവയും മാറി വരണം. ഇങ്ങനെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.